ഹലോ നമസ്കാരം. അപ്പോൾ ഞങ്ങൾ ഇന്ന് കുമരകം വരെ പോവാണ്. ക്രിസ്മസിൻ്റെ അവധിക്കാലം ആയതുകൊണ്ട് ഒന്ന് കുമരകം വരെ പോകാമെന്ന് വിചാരിച്ചു. ഫാമിലി ആയിട്ടാണ് പോകുന്നത്. അവിടെ അബാദ് വിസ്പറിംഗ് പാംസ് എന്ന് പറഞ്ഞ ഹോട്ടലിൽ റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്. ഒറ്റ ദിവസമേ ഉള്ളൂ. അപ്പോൾ അവിടെ ചെന്നിട്ടുള്ള ബാക്കി പരിപാടി നോക്കാം. കൂടെ എൻ്റെ ഭാര്യയും മോളും ഉണ്ട്. ആക്ച്വലി നമ്മളിപ്പോൾ പോകുന്നത് തൃപ്പൂണിത്തുറ വഴിയാണ്. അപ്പോൾ നമ്മൾ റിഫൈനറീസൊക്കെ ഉള്ള ഏരിയയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ റിഫൈനറിയുടെ വലിയ മതിൽ, ഇത് മെയിൻ എൻട്രൻസ് ആണത് ആ കാണുന്നത്. അപ്പോൾ BPCL ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ്റെ കീഴിലാണ് ഈ റിഫൈനറി ഇപ്പോൾ ഉള്ളത്. കണ്ടോ, ഇതാണ് കൊച്ചിൻ റിഫൈനറി. ഇങ്ങനെ നീണ്ടു നിവർന്ന് ഇങ്ങനെ കിടക്കുക. ഇത് അപ്പുറം ആ സൈഡ് ലെഫ്റ്റ് റൈറ്റും ഫുള്ള് റിഫൈനറീസാണ്. ടാങ്കർ ലോറികളുടെ കേന്ദ്രമാണ് ഇവിടെ. നമ്മൾ കാണുന്ന ആ ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡ് ഒക്കെ റിഫൈനറിയാണ്. കമ്പനി നേരിട്ട് നടത്തുന്ന ഒരു പെട്രോൾ പമ്പാണ് ഈ BP ഭാരത് പെട്രോളിയത്തിൻ്റെ കമ്പനി. ഇതിൻ്റെ അടി ഇപ്പോൾ നമ്മളീ പോകുന്നത് ഇതിൻ്റെ അടിക്കടെ അണ്ടർ പാസേജ് ഉണ്ട്. ഇതിക്കടെ ലോറിയൊക്കെ പോകുന്നത് കണ്ടോ, ലോറികൾ ഇഷ്ടം പോലെ കിടക്കുന്നത് കണ്ടോ. പണ്ടായിരുന്നു ഓൾറെഡി അത് കൊച്ചിൻ റിഫൈനറി എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഭാരത് പെട്രോളിയത്തിൻ്റെ കീഴിലല്ലേ കമ്പനി ഏറ്റെടുത്തു തോന്നുന്നില്ല, ഏറ്റെടുത്തു. അപ്പോൾ ഇവിടെ ഈ പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട് ഇവർ ഈ ഏരിയ ഫുൾ എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കും. ഇവിടെയൊക്കെ നമ്മൾ ഗ്ലാസ്സൊക്കെ തുറന്നിട്ട് കഴിഞ്ഞാൽ ഇവിടെ ഒരു സൾഫറിൻ്റെ ഒക്കെ സ്മെല്ലുണ്ടാവും ഈ ഏരിയയിലൊക്കെ. ഒരിടയ്ക്ക് സ്ഥിരം ഉണ്ടായിരുന്നു, ഇപ്പോൾ ഉണ്ടോയെന്ന് അറിയില്ല. നമ്മൾ നേരെ ലെഫ്റ്റ് എടുത്ത് പോയി കഴിഞ്ഞാൽ നേരെ നമുക്ക് ഹിൽ പാലസ് പോവാം. അത് ജസ്റ്റ് അങ്ങ് പോയി കഴിഞ്ഞാൽ ഹിൽ പാലസിലേക്ക് പോകും. നമ്മൾ റൈറ്റ് എടുത്തിട്ടാണ് പോകുന്നത്. കരിങ്ങാച്ചിറ എന്ന് പറഞ്ഞ ജംഗ്ഷൻ ഉണ്ട് തൃപ്പൂണിത്തുറ. അവിടെ നിന്ന് പിന്നെ നമ്മൾ വീണ്ടും റൈറ്റ് എടുത്തിട്ട് തൃപ്പൂണിത്തുറ ടൗണിൽ നമ്മൾ നേരെ കുമരകത്തിന് പോകുന്നത്. നമ്മളിപ്പോൾ നേരെ ചെന്ന് കയറുന്നത് ഇരുമ്പനം ജംഗ്ഷനിലാണ്. ഇപ്പോൾ ഞങ്ങൾ പെരുമ്പാവൂരിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ഈ ജംഗ്ഷനിൽ നിന്ന് റൈറ്റ് പോയി കഴിഞ്ഞാൽ നമുക്ക് കാക്കനാട് ഇൻഫോ പാർക്കൊക്കെ പോവാം. നേരെ പോയാൽ വൈറ്റില, ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ നേരെ നമുക്ക് തിരുവാങ്കുളം വഴി ചോറ്റാനിക്കരയൊക്കെ പോകാം. നമ്മളിപ്പോൾ ലെഫ്റ്റ് എടുക്കും, എന്നിട്ട് നേരെ തൃപ്പൂണിത്തുറ ടൗൺ വഴിയാണ് നമ്മൾ പോകുന്നത്. അതുകൊണ്ട് കരിങ്ങാച്ചിറ ജംഗ്ഷൻ കണ്ടോ, ഇതാണ് ഇരുമ്പനം ജംഗ്ഷൻ. അപ്പോൾ അവിടെയൊക്കെ 4 വരി ആക്കിട്ടോ, അടിപൊളിയാക്കി. സീപോർട്ട് എയർപോർട്ട് റോഡിലേക്ക് കയറി നമ്മളങ്ങനെ നമ്മൾ തൃപ്പൂണിത്തുറ ടൗൺ എത്തി. നമ്മൾ പോകുന്ന വഴിക്ക് കുറച്ച് ബ്ലോക്കുള്ള സ്ഥലം എന്ന് പറയുന്നത് തൃപ്പൂണിത്തുറയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രശസ്തമായ വൈക്കം ടെമ്പിൾ. ഇവിടുന്ന് ലെഫ്റ്റ് പോയ ശബരിമല കോട്ടയം പോകണം. അപ്പോൾ ഇതാണ് വൈക്കം ടെമ്പിളിലേക്കുള്ള വഴി. ഓക്കെ, വൈക്കം ക്ഷേത്രം. നമ്മൾ കറക്റ്റ് അതിൻ്റെ ഫ്രണ്ടിൽ കൂടിയാണ് പോകുന്നത്. ക്ഷേത്ര കലാപീഠം ഇതിൻ്റെ ഫ്രണ്ട് അപ്പുറത്താന്ന് തോന്നുന്നു. ഓൾറെഡി നമ്മളങ്ങനെ ഏറെക്കുറെ കുമരകത്തെത്തി. ജസ്റ്റ് കയറിയുള്ളൂ. ഇനി ഒരു 6 കിലോമീറ്ററുടെ ട്രാവൽ ചെയ്യാനുണ്ട്. കോട്ടയം കുമളി. കോട്ടയത്തിന് 17 കിലോമീറ്റർ, കുമളിക്ക് 125 കിലോമീറ്റർ. ഇതല്ലേ കവണാറ്റിങ്കര എന്ന സ്ഥലം. അബാദ് വിസ്പറിംഗ് പാംസ്. അതെ, അവിടെ ഒരു ബോർഡൊക്കെ ഉണ്ട്. നല്ല തിരക്ക്. താജ് കുമരകം റിസോർട്ട് ആൻഡ് സ്പാ. ഓ, ഇതാണ് താജ്. സിദ്ധു ക്ഷീണിച്ചോ? ഇത് നോക്കി, ഇങ്ങോട്ട് നോക്കി. ക്ഷീണിച്ചാ നീ? നമ്മളിപ്പോൾ വിസ്പറിംഗ് പാംസിലേക്ക്, അബാദ് വിസ്പറിംഗ് പാംസിലേക്കുള്ള പോക്കറ്റ് റോഡിലേക്ക് എത്തിയിരിക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കകം നമ്മൾ റിസോർട്ടിൽ എത്തുന്നതായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. ആവേദ റിസോർട്ട്സ് കുമരകം.
ബാക്ക് വാട്ടർ റിപ്പിൾസ്. കോട്ടയം ക്ലബ്ബ് ഈ വഴിക്കല്ലേ? ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള വഴിയെ കൊള്ളാം. ഇവിടെ ബോർഡൊക്കെ വെച്ചിട്ടില്ല. അട്ടിപ്പീടിക മുത്തൻ്റെ നടക്ഷേത്രം കുമരകം. ഓ, ഇതാണ് നസ്രത്ത് ചർച്ച് അല്ലേ? ഓക്കെ, നസ്രത്ത് ചർച്ചാണത്. അങ്ങനെ നമ്മൾ അബാദിലെത്തിയിരിക്കുകയാണ്. ഇതാണ് അബാദ് വിസ്പറിംഗ് പോംസ്. സെക്യൂരിറ്റി വന്നിട്ടുണ്ട് കേട്ടോ. ആ, കിഡ്സ് പാർക്കൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ റിസോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ വിശദമായിട്ട് നമുക്ക് നടന്നു വന്നിട്ട് എടുക്കാം അല്ലേ? ശരി. നമ്മളിപ്പോൾ നമ്മുടെ റൂമിലേക്ക് പോവാണ്. ചെക്ക് ഇൻ ഫോർമാലിറ്റി കഴിഞ്ഞ് നമ്മളപ്പോൾ അബാദ് വിസ്പറിംഗ് പാംസിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ലേക്ക് വ്യൂ വില്ല. അപ്പോൾ ഇത് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ ബാത്റൂം കാണിക്കട്ടെ. ബാത്റൂം റിവ്യൂ ആണല്ലോ ഇപ്പോഴത്തെ പ്രശ്നം. അവിടെ ഒരു ബാത്ത് ടബൊക്കെ ഉണ്ട്. ഓപ്പൺ ബാത്റൂം കേട്ടോ. ഓപ്പൺ ബാത്റൂം കൺസെപ്റ്റാണ്. സിദ്ധു ഇഷ്ടപ്പെട്ടോ? സിദ്ധി ഇഷ്ടപ്പെട്ടോ? നിനക്ക് കൊള്ളാവോ? ഇഷ്ടപ്പെട്ടോ? ടി വി ഉണ്ട്. തുറന്നിട്ടാൽ ലേക്കിൻ്റെ വ്യൂ കാണാം. യെസ്, പുറത്തേക്ക് പോയി നോക്കട്ടെ. ഇവിടെ രണ്ടുപേർക്ക് ഇരിക്കാം. ഗാർഡൻ സെറ്റപ്പ് ഒക്കെ ഉണ്ട്. ആ, അടിപൊളി. ഇതാണ് നമ്മുടെ അബാദ് വിസ്പറിംഗ് പാംസ് റിസോർട്ടിൻ്റെ വ്യൂ. നമ്മളിപ്പോൾ ഇന്ന് ഒരു നൈറ്റ് ഇവിടെ ഉണ്ടാവും. നാളെ ചെക്കൗട്ട് ആവും. വീട്ടിലേക്കല്ല, നമ്മൾ ഫുഡ് കഴിക്കാൻ പോകണം. സമയമുണ്ട്. ഇതൊക്കെ ഓരോ കോട്ടേജസ് ആട്ടോ. ഈ സൈഡിലുള്ളതാണ് ലേക്ക് വ്യൂ കോട്ടേജസ് എന്ന് തോന്നുന്നു. അപ്പം നമ്മൾ റെസ്റ്റോറൻറ്റിലേക്ക് പോവാണ്. നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ട് ഇപ്പോൾ ജസ്റ്റ് ഇറങ്ങിയുള്ളൂ. ഇവിടുത്തെ റെസ്റ്റോറൻറ്റിൽ തന്നെയാണ് കഴിച്ചത്. ഫുഡ് കുഴപ്പമില്ല, ആവറേജ് ഫുഡാണ്. ഇതാണ് അതിൻ്റെ റിസപ്ഷൻ. അതാണ് റിസപ്ഷൻ. അവിടെ നിന്ന് ഇങ്ങനെ കയറി വന്നു കഴിഞ്ഞാൽ നേരെ കാണുന്നത് കായൽ വ്യൂ ആണ് വിത്ത് സ്വിമ്മിങ് പൂൾ. പൂളിൽ ഇപ്പോൾ ആക്സസ് ഇല്ലാന്ന് തോന്നുന്നു. കാരണം കോവിഡ് കാരണം പൂളിൻ്റെ പരിപാടി ഇല്ലല്ലോ. ഇത് അപ്പുറ സൈഡ് ലേക്ക് വ്യൂ ആണ്. നമ്മൾ ആ സൈഡിലാണ്, ലാസ്റ്റ് സൈഡ്, ലെഫ്റ്റ് സൈഡിൽ. ബോട്ടിങ് പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ ചെറിയ ബോട്ടിംഗ് ഉണ്ട്, ക്രൂയിസിങ് പോലത്തെ പരിപാടിയുണ്ട്.
അപ്പോൾ ഇവിടെയാണ് ലാസ്റ്റ് കോട്ടേജിലാണ് നമ്മൾ താമസിക്കുന്നത്, ലേക്ക് വ്യൂ കോട്ടേജ്. അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന വേമ്പനാട് കായലാണ്. വേമ്പനാട് കായലിൻ്റെ തീരത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. വെള്ളമൊക്കെ നല്ല തെളിഞ്ഞ വെള്ളം കേട്ടോ, ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മെയിൻ ലോബി കം റിസപ്ഷൻ. ഇവിടെ അതേ ചെറിയ വാട്ടർ ഫൗണ്ടനൊക്കെ ഉണ്ട്. ഇവിടെ ബോട്ടിങ് ഉണ്ടോ? ഒരു ബോട്ട് അവിടെ മറിഞ്ഞ് കിടക്കുന്നത്. ഇതാന്ന് തോന്നുന്നു അല്ലേ പൂൾ വില്ലിലേക്ക് പോകുന്ന വഴി. ഓഹോ, ഇവിടെ ഒന്ന് ഇടിച്ചിടല്ലേ കേട്ടോ. ഇതാണ് ഇവിടുത്തെ ബാംബു കോട്ടേജ് കേട്ടോ. ഒരു പ്രൈവസി ആഗ്രഹിക്കുന്നവർക്കൊക്കെ പറ്റിയ കോട്ടേജാണ്. ഇതാന്ന് തോന്നുന്നു പൂൾ വില്ല. ഇവിടെ നടക്കാനൊക്കെ കുറേ ഏരിയാസ് ഉണ്ട് കേട്ടോ. ഞങ്ങൾ പിന്നെ റിസോർട്ടിൽ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ട് നേരെ പുറത്ത് ബേർഡ് സാങ്ച്വറി വരെ കാണാൻ പോയി. പക്ഷേ അവിടെ 5 മണി വരെ സമയം ഉണ്ടായിരുന്നുള്ളൂ. ഒരാൾക്ക് പെർ ഹെഡ് 75 ആണെന്ന് തോന്നുന്നു. അതുകൊണ്ട് അവർ പറഞ്ഞു നിങ്ങൾ ബോട്ടിങ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പാർക്കിംഗ് ഫീ, അതുപോലെ ബേർഡ് സാങ്ച്വറിയിലേക്കുള്ള എൻട്രി, പിന്നെ ഒരു റൗണ്ട് ബോട്ട് സർവീസും ഉണ്ടാവുന്നു. എന്നാൽ പിന്നെ ഞങ്ങളത് എടുത്തു. അത് ഒരു ഫാമിലിക്ക് ഒരു ബോട്ടിന് 650 ആയിരുന്നു. ഒരു മണിക്കൂർ 650 രൂപയ്ക്ക് 1 മണിക്കൂർ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വേമ്പനാട്ട് കായലിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ ബോട്ട് സർവീസ് എന്ന് പറഞ്ഞാൽ ഇത് KTDCയുടെ ആട്ടോ, നമ്മുടെ KTDCയുടെ ബോട്ട് സർവീസാണ്. ഇപ്പോൾ ഇവർ പറഞ്ഞതനുസരിച്ചിട്ട് ഈ ഹൗസ് ബോട്ടിൻ്റെ സംഭവങ്ങൾ ടൂറിസമൊക്കെ ഈ കുമരകത്ത് ഡെവലപ്പായി വരുന്നതേ ഉള്ളൂ. കോവിഡിൻ്റെ ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഈ പറഞ്ഞ മാതിരി 5 മണിയായപ്പോഴാണ് എത്തിയത്. ശരിക്കും 5 മണി വരെ ഉള്ളൂ. പിന്നെ ഇത് ജസ്റ്റ് അവർ പറഞ്ഞു പോകുന്ന വഴിക്ക് ബേർഡ് സാങ്ച്വറി കയറി ഒരു 15 മിനിറ്റ് നമ്മൾ ഇറങ്ങിച്ച് വരാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അങ്ങനെ കയറി പോകാനുള്ള പദ്ധതിയിലിരിക്കുകയാണ്.
അപ്പോൾ ബോട്ട് നമ്മൾ ബേർഡ് സാങ്ച്വറിയുടെ അടുത്തെത്തിയപ്പോൾ അവർ നിർത്തി തന്നു. ഒരു 15 മിനിറ്റ് കറങ്ങിയിട്ട് വരാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് പോയി നോക്കാം എന്ന് വിചാരിച്ചിട്ട് ആ വഴി നടക്കുവാണ്. മൊത്തം അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ചെളിയാന്ന് തോന്നുന്നു. അപ്പോൾ ഇതാണ് ഇവിടുത്തെ വാച്ച് ടവർ. വാച്ച് ടവറിൽ കയറി നിന്ന് നമുക്ക് ബേർഡ്സിനെയൊക്കെ കാണാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അവർ പറഞ്ഞു ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ബേർഡിൻ്റെ സീസണല്ല, എന്താ പറയുക, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിലാണ് ഈ ബേർഡ്സിൻ്റെയൊക്കെ സീസൺ എന്നാണ് പറഞ്ഞത്. ഇതിപ്പോൾ ജസ്റ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് പോയി നോക്കാമെന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞത്. അതുകൊണ്ട് ഇറങ്ങിയതാണ് ഞങ്ങൾ. പക്ഷേ സംഭവം കൊള്ളാം. നമ്മൾ ശരിക്കും ഒരു വനത്തിൻ്റെ ഇടയിലൂടെ നടക്കുന്ന ഒരു പ്രതീതിയാണ് കേട്ടോ. ശരിക്കും വനം പോലെ തന്നെയാണ്, രസമുണ്ട് നടക്കാനായിട്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ തിരിച്ച് നേരെ ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് നടന്നിട്ട് തിരിച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് നേരെ ബോട്ടിൽ ചെന്ന് കയറി. ആ കാണുന്നതാണ് നമ്മൾ മത്സ്യങ്ങളെ വളർത്തുന്നൊരു സംഭവം കേട്ടോ. പേര് ഞാൻ മറന്നുപോയി. പുള്ളി ഒരു പേര് പറഞ്ഞായിരുന്നു ബോട്ടിലുള്ള ചേട്ടൻ. അതിപ്പോൾ ഈ കൊറോണയൊക്കെ ആയത് കാരണം നോക്കാനില്ലാതെ നശിച്ചു പോയി എന്നാണ് പുള്ളി പറഞ്ഞു. സൺസെറ്റ് കേട്ടോ, എന്താ ലുക്കിൽ. അങ്ങനെ 1 മണിക്കൂർ റൗണ്ട് ചെയ്തതിന് ശേഷം ഞങ്ങൾ തിരിച്ച് വീണ്ടും കയറിയ സ്ഥലത്ത് ഇനി നേരെ ഹോട്ടലിലേക്ക് പോവാണ്. വന്ന് കിടന്നുറങ്ങി. ഇന്നിപ്പോൾ രാവിലെ എഴുന്നേറ്റുള്ളൂ. ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകണം. ബുഫേ ബ്രേക്ക്ഫാസ്റ്റാണ്. എന്തായാലും നോക്കാം. രമ്യയും സിദ്ധുവും രാവിലെ തന്നെ ഫോട്ടോ എടുക്കാം. സിദ്ധു, നീ ഫോട്ടോ എടുക്കുകയാണോ? ഇത് അബാദിൻ്റെ തന്നെ ബോട്ടാണ്. നിങ്ങൾക്ക് പാക്കേജായിട്ട് എടുക്കാം. ആ ചെറിയ ബോട്ടിന് 900, 900 വലിയ ബോട്ടിന് 1200 ഒരു 1 ഹവറിലേക്ക് കിട്ടും. അപ്പോൾ അത് നമ്മൾ നേരത്തെ ബുക്ക് ചെയ്യണം. ബുക്ക് ചെയ്താലേ കിട്ടുള്ളൂ. ഇത് സ്പീഡ് ബോട്ടൊക്കെ പോകണം. ഈ കോട്ടയം ഞങ്ങൾ ബുക്ക് ചെയ്തത് 6000 പ്ലസ് ടാക്സ്. അത് 6500 ആ റേഞ്ചൊക്കെ വരും. ശരിക്കും ഇത് പീക്ക് സീസൺ ആയതുകൊണ്ടാണ്. ഇവിടെ 2-3 ദിവസത്തേക്ക് റൂംസൊന്നുമില്ല, എല്ലാം ഫുള്ളാണ്. എന്തോ ഒരു ഭാഗ്യത്തിന് കിട്ടിയതാ. അപ്പോൾ ഞങ്ങൾ ഒരു 12 മണിയൊക്കെ ആയപ്പോൾ അവിടെ നിന്ന് ചെക്കൗട്ട് ചെയ്ത് ഇറങ്ങി. അപ്പോൾ ഒരു ദിവസം വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ സ്പെൻഡൊക്കെ ചെയ്തു. അപ്പോൾ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഭാര്യയാണ് ഇപ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു റിസോർട്ടായിരുന്നു അല്ലേ? അപ്പോൾ ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ട്രിപ്പിനോ അടുത്ത വീഡിയോയ്ക്ക് കാണാം. ഓക്കെ, ബൈ.